വിഷ്ണു മോൻ, യു ക്യാൻ ടോക്ക് ബിക്കോസ് ഇന്ന് രാവിലെ വിഷ്ണു ആണ് അമ്മയായിട്ട് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. വിഷ്ണു, യു ക്യാൻ. കണ്ണ് തുറക്കാൻ പറഞ്ഞപ്പം കണ്ണ് തുറന്നു. പിന്നെ പതുക്കെ ഒരു കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ കൈ പൊക്കി. അപ്പം ഞാൻ മറ്റേ കൈയും കൂടെ പൊക്കാൻ പറഞ്ഞു. അപ്പം രണ്ട് കൈ മാറി മാറി പൊക്കി. കാലൊന്ന് പൊക്കാൻ പറഞ്ഞു, കാല് പൊക്കി. പിന്നെ മറ്റേ കാല് പൊക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ കൈ പിടിക്കാൻ പറഞ്ഞു. കൈ പിടിച്ചപ്പോൾ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ മുറുക്ക പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മ കുറച്ച് മുറുക്ക ട്രൈ ചെയ്തു. എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എല്ലാ ദിവസവും മോണിറ്റർ ചെയ്തിട്ട് എങ്ങനെ പതുക്കെ വീനിങ് ഓഫ് എന്ന് പറയും. അത് സമയമെടുക്കും. നമ്മൾ അഗ്രസീവായിട്ട് പോയിട്ട് കാര്യമില്ല. ലങ്സിന് സമയം കൊടുക്കണം അത് ഇൻഫെക്ഷൻ കുറയാനായിട്ട്. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം. വലിയ പ്രശ്നമില്ല എന്നല്ല, നമ്മൾ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. കാരണം ഇത്രയും ഇംപ്രൂവ്മെന്റ്, കാരണം നമുക്ക് കംപ്ലീറ്റ് അസസ്മെന്റ് ആയിട്ടില്ല. ചെറിയ അബോധാവസ്ഥയിൽ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി? ഇപ്പോഴും ബോധാവസ്ഥ കംപ്ലീറ്റ് ആയിട്ടില്ല. കണ്ണ് നമ്മൾ തുറക്കാൻ പറയുമ്പോഴാണ് കണ്ണ് തുറക്കുന്നത്. ഓൺ കമാൻഡ് ആണ്, ഓൺ കമാൻഡ് ആൻഡ് ഡിമാൻഡ്. അതെ, പിന്നെ സെഡേഷനിലാണ്. അല്ലെങ്കിൽ പുള്ളി അഗ്രസീവ് ആവും. ലൈക്ക് ഷീ വിൽ ഗെറ്റ് നമ്മുടെ ലൈൻസ് എല്ലാം കിടക്കുകയാണ്. അപ്പോൾ ഷീ ഹാസ് ടു ഗോ സ്ലോ. നമ്മൾ പതുക്കെയാണ്. ഇനി ഒരു വെക്കേഷൻ കൊടുക്കും ഇതിന്, സെഡേഷന്. നമ്മളിന്ന് പ്ലാനിങ് ആണ് സെഡേഷൻ കുറച്ച് കൊണ്ടുവന്നിട്ട് പതുക്കെ ടേക്ക് ഓവർ ചെയ്യാനായിട്ട്. നമ്മൾ ഫസ്റ്റ് ദിവസം ചെയ്തു, ബ്രോങ്കോസ്കോപ്പ് ചെയ്തിട്ടാണ് ക്ലോട്ടൊക്കെ എടുത്തത്. അപ്പോൾ ഇന്നലത്തെ എക്സ്റേ വെച്ചിട്ട് നമ്മൾ ഇന്ന് പ്ലാൻഡ് ആയിരുന്നു. ഇന്ന് രാവിലെ ഈ എക്സസൈസ് കാരണം ഇവരെ വിളിച്ച് കാണിച്ച് നമ്മളുടെ അവേക്നെസ് നോക്കിയിട്ട് ഇന്ന് ബ്രോങ്ക് ചെയ്യാനാണ് വിചാരിച്ചത്. അപ്പോൾ അപ്പോഴാണ് എക്സ്റേ വന്നപ്പോൾ എക്സ്റേയിൽ നല്ല ഒരു ചെറിയ ഇംപ്രൂവ്മെന്റ് കാണിക്കുന്നു. അപ്പോൾ നമ്മളത് ഡിഫർ ചെയ്തിരിക്കും. ഇപ്പോൾ അതിൻ്റെ ഒരു റോള് കാണിക്കുന്നില്ല. ഷീ സ്റ്റേബിൾ, ഹീമോഡൈനാമിക്കലി സ്റ്റേബിൾ, ഓൾ ദ റിപ്പോർട്ട്സ് ആർ സ്റ്റേബിൾ. HB മാത്രം ഒരു ഇത്തിരി ഡ്രോപ്പ് ഉണ്ട്. പക്ഷെ അതിന് നമ്മൾ ഇന്നൊരു ബ്ലഡ് രാവിലെ കൊടുത്തിട്ടുണ്ട്. തുടർ ചികിത്സ, നല്ല ആന്റിബയോട്ടിക് കൊടുക്കുക, ചെസ്റ്റ് ഫിസിയോ കൊടുക്കുക, നല്ല ഫീഡിങ്. ആൻഡ് വി ഹാവ് ടു വാച്ച്. ഇനി നമുക്കൊരു ലങ്സിൽ ഒരു ന്യൂമോണിയൊക്കെ ഉണ്ടാതെ നോക്കണം. ന്യൂമോണിയക്കുള്ള ചാൻസുകൾ കൂടുതലാണ്. ആസ്പിറേഷൻ ന്യൂമോണിയ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ചെയ്ത ആ ബ്ലഡ് ക്ലോട്ടിൻ്റെയൊക്കെ ആസ്പിറേഷൻ കൊണ്ട് ന്യൂമോണിയ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമുക്ക് കഴിയുന്നതും പ്രിവെന്റ് ചെയ്യാൻ നോക്കണം. അതിനാണ് നമ്മൾ നല്ല ആന്റിബയോട്ടിക് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതെ, ചെറിയ തോതിലുണ്ട്. അത് കൂടാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്ലോട്ടിങ് അവിടെ ഉണ്ടാവും. അതങ്ങനെ നമുക്ക് മുഴുവൻ പോകത്തില്ല. അത് ലങ്സിന്റെ ബേസിൽ എപ്പോഴും കുറച്ചുണ്ടാവും. അത് നമുക്ക് അത് തന്നെ അബ്സോർബ് ചെയ്ത് സമയമെടുത്ത് ആന്റിബയോട്ടിക് കൊണ്ട് അബ്സോർബ് ചെയ്ത് തന്നെ പോകണം. ഇറ്റ് വിൽ ടേക്ക് ടൈം. നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. ഐ കനോട്ട് സേ. ഒരു നോ കൺവിൻസ് ഓൺ ദാറ്റ്. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. നോട്ട് അറ്റ് ഓൾ. അതാണ് ഞാൻ പറഞ്ഞത്. ഐ സ്പോക്ക് ഏർലി. ഷീ ഈസ് നോട്ട് ഔട്ട് ഓഫ് ഡേഞ്ചർ. ഷീ ഈസ് ഇൻ ഡേഞ്ചർ. ബട്ട് അതീവ ഗുരുതരമല്ല. നോട്ട് വെരി ക്രിട്ടിക്കൽ, ബട്ട് ദെൻ ഷീ ഈസ് ക്രിട്ടിക്കൽ. ഷീ ഈസ് സ്റ്റേബിൾ ബട്ട് ക്രിട്ടിക്കൽ. ഇറ്റ് വിൽ ടേക്ക് ടൈം. നമുക്കതിപ്പോൾ പറയാറില്ല. നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാം. ഓരോ ദിവസത്തെ പുരോഗതി നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അല്ല, നമ്മൾ വി ആർ കൺസൾട്ടിങ് വിത്ത് ദം. അവർ വന്ന് അന്ന് രാത്രി ഒരു 12-11 ആയപ്പോൾ വന്നു. 2 മണിയായപ്പോൾ അവർ അസസ്മെന്റ് ഒക്കെ ചെയ്തിട്ട് പോയി. ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിൽ അവർ നമ്മളുടെ ട്രീറ്റ്മെന്റ് അതേമാതിരി തന്നെ അങ്ങനെ ദേ വർ ഹാപ്പി വിത്ത് വാട്ട് യു ആർ ഡൂയിങ്. അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ പറഞ്ഞത്. എല്ലാ ദിവസവും ഡോക്ടർ ജയകുമാറായിട്ട് വിളിച്ച് സംസാരിച്ച് ഇന്നലെയും ഇന്ന് രാവിലെയും വിളിച്ചു. ഇത് തന്നെ ചെയ്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അല്ല, വി ആർ ഹാവിംഗ് വീഡിയോ അല്ല, ഓഡിയോ കോൺഫറൻസിംഗ് ഉണ്ട്. വി ആർ ഹാവിംഗ് കമ്മ്യൂണിക്കേഷൻ വിത്ത്. ആ DMO ഇപ്പോൾ വന്നിരുന്നു. DMOയുടെ അടുത്ത് എല്ലാം അപ്ഡേറ്റ് ചെയ്തു. ദേ ആർ ഓൾ ഹാപ്പി വിത്ത് വാട്ട് വി ആർ ഡൂയിങ്. അവർ പറയുന്നത് ഇതേമാതിരി തന്നെ മുന്നോട്ട് പോവാം. ലെറ്റ് us pray and let her come back safe and good. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അമ്മ റെസ്പോണ്ട് ചെയ്യണുണ്ട്. സ്ലോലി ആണെങ്കിലും പതുക്കെ റെസ്പോണ്ട് ചെയ്യണുണ്ട്. അമ്മയെന്ന് വിളിച്ചപ്പോഴും കേട്ടു. അമ്മയെന്ന് വിളിച്ചപ്പോഴും കേട്ടു. കണ്ണനക്കി. ബിക്കോസ് അമ്മയ്ക്ക് അധികം നീങ്ങാൻ പറ്റില്ല. കണ്ണനക്കി. കൈ പൊക്കാൻ മാറിയപ്പോൾ മാറി മാറി കൈ പൊക്കി. കാല് അതുപോലെ ചെയ്തു.